ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് 4 അയലമീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 4-5 പീസ് കുഞ്ഞുള്ളിയെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഉള്ളിയെല്ലാം തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ഇടികല്ലിലിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് ചതയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. കുഞ്ഞുള്ളിയെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്നത് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരുന്ന കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആവുന്ന സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കാം. കുറച്ച് നേരം കൂടെ ആകുമ്പോഴത്തേനും ഇതൊന്ന് ഡ്രൈ ആവും. ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. തേങ്ങയുടെയും ഉള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ കാശ്മീരി പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വാളംപുളി ആണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കാം, ചൂടാക്കിയെടുക്കാം. അല്ല നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നതെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്.
നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൂന്ന് ചെറിയ പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്, അതും കൂടെ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ തണ്ട് മാറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് പൂർണ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മീനിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. തിളച്ച ഗ്രേവിക്കൊക്കെ എന്ത് മണമെന്നറിയാമോ? നല്ല മണമുണ്ട് കേട്ടോ. ടേസ്റ്റും അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റോളം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടിട്ടൊന്നും കുത്തി ഉടയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നമുക്കൊന്ന് നോക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.